ഇന്ന് നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് ഡോക്ടർ നന്നു കെ അവറുകളാണ്. അരുവിയോട് സഭാംഗമായ പാസ്റ്റർ നന്നു കെ, ബഥേൽ ബൈബിൾ കോളേജ്, അടൂർ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി, തമിഴ്നാട് CAC സെമിനാരി, അലഹബാദ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിച്ച് തിരുവനന്തപുരം ജില്ലയിൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യത്തെ പെന്തക്കോസ്തുകാരനെന്ന പേരോടെ തിയോളജിയന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ശക്തമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ബഥനി ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന, ദക്ഷിണ മേഖലയുടെ നോർത്ത് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കിളിമാനൂർ സെക്ഷനിലെ കിളിമാനൂർ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഡോക്ടർ നന്നു കെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സിസ്റ്റർ ഗിഫ്റ്റി, മക്കൾ ജസ്ന, ജസ്വിൻ, അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ദക്ഷിണ മേഖല പാസ്റ്റേഴ്സ് ഫാമിലി സെമിനാറിൽ ദൈവവചനം ശുശ്രൂഷകരോട് കൈമാറുന്നതിനായി ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രിയ ദൈവദാസനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം നൽകുന്നതിന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ JL മോസസിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. തുടർന്നുള്ള സമയം ദൈവവചനം സംസാരിക്കുന്നതിനായി ദൈവദാസന് കൈമാറുന്നു. കർത്താവിന് മഹത്വം. ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ബൈജു എസ് പനക്കോട് അവറുകൾ, വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, അതുപോലെ തന്നെ നമ്മുടെ മേഖലയുടെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ സനൽകുമാർ അവറുകൾ കുടുംബം, മറ്റ് എല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ, ഏവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ദക്ഷിണ മേഖലയുടെ പാസ്റ്റേഴ്സ് സെമിനാറായി നമുക്കൊരുമിച്ച് കടന്നു വരാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താരതമ്യേന പാസ്റ്റേഴ്സ് കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സഹോദരിമാരും നമ്മുടെ ഇടയിലുണ്ട്. ഞാനൊരു പ്രത്യേക വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. സമയത്തിൻ്റെ പരിമിതി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും സമയോചിതമായി ഞാൻ ഉദ്ദേശിച്ചതെല്ലാം പറഞ്ഞു നിർത്താൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കോൺഫറൻസ് ആണ് എന്നതുകൊണ്ട് ഞാനൊരു ഉപവാസ പ്രാർത്ഥന ലെവലിലേക്ക് പോകില്ല. അതാവശ്യമില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സ്തോത്രം പറയുന്നതിനെതിരില്ല എന്നുള്ളതും കൂടെയാണ്. എങ്കിലും നമ്മുടെ ശ്രദ്ധയെ, പാസ്റ്റേഴ്സ് എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ഒരു തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളാണ് എൻ്റെ പ്രധാന ചിന്ത. 5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിച്ചാൽ സന്തോഷം. ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം
ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാവുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതെ, തേജസ്സോട് കൂടിയത്. ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് അല്ലാത്തതായി നീക്കം വരുന്നത് കൊണ്ട് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവത്തിൽ വണക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവദാസന്മാരും ദാസിമാരുമാണല്ലോ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്നത്. ദൈവാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തോട് എല്ലാവരും അല്പസമയം ഒന്ന് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. അൻപുള്ള നല്ല ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ കടന്നു വരുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ അവിടെ നിന്ന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസം ഇന്നു മുതലുണ്ടാകാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഇന്ന് പകൽക്കാലം ഒന്ന് മാറേണ്ടതിന്, പാരമ്പര്യമായി നമ്മുടെ മനസ്സിലേക്ക് വന്ന ആ ചിന്തകളെക്കാൾ ഉപരിയായി വേദപുസ്തകം അനുശാസിക്കുന്ന തലത്തിലേക്ക് ഞങ്ങളുടെ ശുശ്രൂഷകൾക്കൊരു വ്യതിയാനം വരാൻ ഞങ്ങൾ അങ്ങയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷപ്പനടിയനെ കർത്താവ് ബലപ്പെടുത്തണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വായിച്ച തിരുവെഴുത്ത് നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദവാക്യമാണ്. ബൈജു പാസ്റ്റർ 2 കൊരിന്ത്യർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് സ്റ്റക്കായി. കാരണം അദ്ദേഹം 6-ാമത്തെ അധ്യായത്തിലേക്ക് ജമ്പ് ചെയ്തു. ഞാൻ 3-ാമത്തെ അധ്യായത്തിലാണ് നിൽക്കുന്നത്. ആ ഭാഗവും ഞാനൊന്ന് ചിന്തിച്ച് ധ്യാനിച്ചു വന്നതാണ്. എങ്കിലും ഒരല്പം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവദാസന്മാരെ പൂർണ്ണ ബഹുമാനത്തോടു കൂടിയാണ് ഞാനെന്ന് സംസാരിക്കുന്നത്. ബഹുമാനക്കുറവ് ആരോടും ഇല്ല എന്നുള്ളതും ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ. വർത്തമാന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷ, അതിനോടുള്ള നമ്മുടെ മനോഭാവം, അതിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അതാണ് എൻ്റെ ഒരു ഹൈപ്പോത്തീസിസായി ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുന്നത്. ആദ്യം നമ്മൾ അനേക വർഷങ്ങളായി ശുശ്രൂഷിക്കുന്നവരാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. എന്നെക്കാളും ഒത്തിരി സീനിയേഴ്സ് എൻ്റെ മുമ്പിലും സ്റ്റേജിലും ഉണ്ട് എന്ന ബോധ്യവും എനിക്കുണ്ട്. പക്ഷെ ശുശ്രൂഷയെക്കുറിച്ച് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് നമുക്കുള്ളത്. വളരെ വികലമായ, വെരി ഡിസ്റ്റോർട്ടഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ വികലമായ കാഴ്ചപ്പാടുകൾ ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ പെർപ്പച്വേറ്റ് ചെയ്തതിലും അത് നമ്മൾ പ്രചരിപ്പിച്ചതിലും നമ്മൾ മുൻപന്തിയിലാണ് എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഇന്ന് ഒട്ടനേകം ആളുകൾ സുവിശേഷ വേലയ്ക്ക് വരാഞ്ഞത്. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ 100-ൽ അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലഘട്ടം. നമ്മുടെ മേഖലാ ഡയറക്ടറും ഞങ്ങളൊക്കെ എൻ്റെ സീനിയർ ആയിരുന്നു അദ്ദേഹം. അന്ന് എങ്ങനെയെങ്കിലും ഒരു വിദ്യാർത്ഥിയെ പറഞ്ഞു വിടുക എന്നതാണ് അവരുടെ മുഖ്യ അജണ്ട. എന്ന് പറഞ്ഞാൽ 100 മാക്സിമം നമ്പർ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്. ഇന്ന് സുവിശേഷ വേലയ്ക്ക് വരുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ്. അതിന് ശുശ്രൂഷകരായ നമ്മൾ പോലും അതിന് മുതിരുന്നില്ല എന്നത് സത്യമായ ഒന്നാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശുശ്രൂഷയെ നമ്മൾ എങ്ങനെ കാണണം, ശുശ്രൂഷയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് എന്നിത്യാദി വിഷയങ്ങളെ ഒരല്പസമയം, ഇനി എനിക്ക് അരമണിക്കൂറേ ഉള്ളൂ, അതിനകത്ത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു.
ശുശ്രൂഷ എന്നത് എന്താണ് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒത്തിരി ഡെഫിനിഷൻസ്, ഒത്തിരി നിർവചനങ്ങളൊക്കെ അതിനകത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം അത് എൻ്റെ പ്രധാന വിഷയവും അല്ലാഞ്ഞതുകൊണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യവനായ ഭാഷയിൽ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. 2 പദങ്ങൾ ശുശ്രൂഷയ്ക്ക് അനുബന്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദം ലെയ്റ്റൂർജൻ എന്നൊരു പദമാണ്, ലെയ്റ്റൂർജൻ. രണ്ടാമത്തത് ഡയാക്കോണിയോ എന്ന പദം. ഈ 2 പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 പദങ്ങളും വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകാറുണ്ട്. 2 പദങ്ങളും വേദപുസ്തകത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതും നമ്മൾ ഓർക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിന്റെ ഭാഗത്തിലേക്ക് പോകുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. അതിൽ ലേറ്റർ ജൂൺ എന്ന് പറയുന്ന ആ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് മിനിസ്റ്റേഴ്സ് ഓഫ് ഗാഡ്. അതാണ് ആ പദത്തിന്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു ജോലിക്ക് തുല്യമായി നമ്മൾ അതിനെ കാണുന്നു എന്ന ആ ഒരു മനോഭാവം. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു പദം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, വൈറ്റ് കോളർ ശുശ്രൂഷ. ആ ഒരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് ഒരുങ്ങി, എന്നെപ്പോലെ നല്ല ഇൻഷർട്ടൊക്കെ ചെയ്ത്, ഷൂ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വന്നു നിന്ന് ശുശ്രൂഷിക്കുക. അത് പ്രൊഫഷണലിസം. ഒരുക്കത്തിന് ഞാൻ എതിരല്ല, ഞാൻ അത്യാവശ്യം ഒരുങ്ങുന്ന കൂട്ടത്തില്ല. എങ്കിലും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൊഫഷനെ പോലെ അല്ല നമ്മൾ ഈ ശുശ്രൂഷയെ കാണേണ്ടത് എന്നത് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ജോലിയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് കരുതട്ടെ. അപ്പോൾ ശുശ്രൂഷയെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അത് ഒരു പ്രൊഫഷന് തുല്യമാണോ? പ്രൊഫഷനിലേക്ക് വരുമ്പോൾ എനിക്ക് അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയണം, എങ്കിലും സമയത്തിന്റെ പരിമിതിക്ക് അനുസരിച്ച് പറയാം. പ്രൊഫഷൻ ആയതുകൊണ്ടല്ലേ നമ്മൾ സമ്പത്ത് നോക്കുന്നത്? പ്രൊഫഷൻ ആയതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ മറ്റു തലങ്ങളിലേക്ക് ഡൈവേർട്ടായി പോയത്? പ്രൊഫഷൻ ആയതുകൊണ്ടല്ലേ നമുക്ക് തന്ന ദൈവ ദർശനത്തെ തൃണവൽക്കരിച്ചു കളഞ്ഞത്? അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടതായിട്ടുണ്ട്. ശുശ്രൂഷ എന്ന് പറയുന്നത്, മിനിസ്ട്രി ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രൊഫഷൻ. ശുശ്രൂഷ ഒരു തൊഴില് അല്ല. തൊഴിൽ രഹിതർ വരേണ്ടതുമല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടപ്പോൾ അവരിലേക്ക് പകർന്ന ഒരു ദൈവകൃപയുടെ ശക്തിയാ. അത്രയും പറഞ്ഞ ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തുകയാണ്. ഞാൻ ആ തരത്തിലേക്ക് പ്രസംഗിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ശ്രദ്ധിച്ചേ, പ്രൊഫഷനായിട്ട് നമ്മൾ എന്തുകൊണ്ട് കരുതുന്നു? പ്രൊഫഷനായിട്ട് കരുതുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ? നല്ല ചർച്ചിലോട്ട് വരാം. അതല്ലാതെ വേറെ നേട്ടങ്ങൾ അതിനകത്തുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് തലവേദന, ഉള്ള തലവേദനയേക്കാൾ കുറച്ചുകൂടെ തലവേദനകൾ നമുക്കുണ്ടായേക്കാം. അത് പ്രൊഫഷൻ എന്ന കാഴ്ചപ്പാടിലേക്ക് മാറിയതുകൊണ്ട്. പക്ഷെ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യ ശുശ്രൂഷ എന്ന പദം പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ പദത്തിനകത്ത് മുഴുവനും പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം ലേറ്റർ ജൻ എന്ന പദമല്ല പൗലോസ് ഉപയോഗിച്ചത്, മറിച്ച് ഡയാക്കോണോസ് എന്ന പദമാണ്. ഡയാക്കോണിയ എന്ന പദത്തിനർത്ഥം എല്ലാ ദൈവദാസന്മാർക്കും അറിയാം, ശുശ്രൂഷിക്കുക എന്നതാണ് ആ പദത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഒരു ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, നമ്മൾ എത്ര പേർക്ക് ആ ഒരു മനോഭാവമുണ്ട്? I am here to serve God as well as serve the people of God. ദൈവത്തെയും നമ്മൾ സേവിക്കാനുള്ളവരല്ലേ? ആ അർത്ഥത്തിലാണ് നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത്.
അതല്ലെങ്കിൽ നമ്മൾ പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുകയും 2-3 കാര്യങ്ങൾ ഞാനതുമായി ബന്ധപ്പെട്ട് പറയാം. എന്നിട്ട് ഈ വാക്യത്തിലേക്ക് വന്ന് ഞാൻ നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എങ്കിലും അപ്പോൾ ശുശ്രൂഷ അല്ലെങ്കിൽ സേവന മനോഭാവം നമ്മൾ എത്ര പേർക്കുണ്ട്? ഉദാഹരണം ഞാൻ പറഞ്ഞു, ലൈറ്റൂർജൻ എന്ന പദം നമ്മുടെ ഡൽഹിയിലൊക്കെ നമ്മൾ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ നിങ്ങൾ ഡൽഹി മെയിൻ സെന്ററിലേക്ക് പോകുമ്പോൾ അവിടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നൊരു സാധനമുണ്ട്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, സാമ്പത്തികത്തിന്റെ മിനിസ്ട്രി, ശുശ്രൂഷ എന്ന പദമല്ല അതിനർത്ഥമാക്കുന്നത്. അതുപോലെ വിദേശകാര്യ മന്ത്രാലയം, ഇതെല്ലാം പ്രൊഫഷന് തുല്യമാണ്. ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രൊഫഷൻ അല്ല എന്നത് നമ്മുടെ തലയിലേക്കൊന്ന് കയറണം. അങ്ങനെ വന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏത് സ്ഥലത്തിലാണേലും നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യും, പിറുപിറുപ്പില്ലാതെ. എല്ലാ കരങ്ങളും ഉയർന്ന് കണ്ടില്ല, ശരി. എങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കിളിമാനൂർ എന്ന ദേശത്താണ് പ്രവർത്തിക്കുന്നത്. ദീർഘവർഷങ്ങൾ ഞാൻ അതിനകത്തു നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ ചാടിയ ആളൊന്നുമല്ല. അപ്പോൾ ഞാൻ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പ്രൊഫഷണലി ടീച്ചർ മാത്രമല്ല കേട്ടോ, ഞാൻ പാസും കൂടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി. പ്രൊഫഷൻ എന്ന കാഴ്ചപ്പാട് ഇന്ന് നമ്മളിങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് തലയ്ക്കകത്ത് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം മാറിയാൽ നമ്മെ വിളിച്ചവൻ ദൈവമെന്ന ബോധ്യമുള്ള ദൈവദാസന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, ദാസിമാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. ദൈവദാസന്മാരെ, അവിടെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം 2-3 കാര്യങ്ങൾ പറയാം. പുതിയ നിയമ ശുശ്രൂഷ, അതിൻ്റെ മാഹാത്മ്യത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായി ഇന്ന് അല്പസമയം പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്ന ഭാഗവും ദി സർപാസിംഗ് ഗ്ലോറി ഓഫ് ദി മിനിസ്ട്രി, ഒരു ക്രിസ്തീയ ശുശ്രൂഷയുടെ മികവുറ്റ ഒരു രീതിയെക്കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. അത് സാധാരണ മഹത്വമല്ല അത് നൽകുന്നത്. 2-3 കാര്യങ്ങളാണ് ഞാൻ ആ ഭാഗത്ത് പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് വരാം. അല്ലെങ്കിൽ കുറിവാക്യം വായിച്ചത് എനിക്ക് സന്തോഷമുണ്ടാകില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശുശ്രൂഷ എന്താ? ശുശ്രൂഷ 2-3 നിർവചനങ്ങൾ ഞാൻ പറയാം. ദാസിമാരും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒത്തിരി ഞാൻ എഴുതി, പക്ഷെ 2-3 എനിക്ക് ഏറ്റവും പ്രാധാന്യമെന്ന് തോന്നിയത്. മിനിസ്ട്രി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഹംബിൾ സർവീസ്. ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താ പറയുക, താഴ്മയോട് കൂടിയ ഒരു ശുശ്രൂഷയാണ്, താഴ്മയോട് കൂടിയ ഒരു സേവനം. നമുക്കറിയാം, നമ്മൾ ഈ താഴ്മയൊക്കെ ഉണ്ടാകുന്നത് ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിലാണ്. കണ്ടിട്ടുണ്ടോ അങ്ങനെ പിള്ളേരെ? ഞാൻ ഈ ബൈബിൾ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾക്കറിയാം. അത് താഴ്മ ഉണ്ടാകുന്നത് ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് താഴ്മയുണ്ടാവും. സീനിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് താഴ്മ ഉണ്ടാകത്തില്ല. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയത്തില്ല. ഇനി ഞാനും ഇനി അങ്ങനെ എത്തേണ്ട ആളാണോ എന്നതും എനിക്കറിയത്തില്ല. ഞാനൊരു ഓർഡേണ്ട പാസ്സാണ്. എങ്കിലും അപ്പോൾ നമ്മൾ ഈ സീനിയർ ആകുമ്പോൾ 2 മുടി ഒന്ന് നരയ്ക്കുമ്പോ 2 സൈഡൊക്കെ ഒന്ന് നരച്ച്, എനിക്ക് നരച്ചൊക്കെ വരുമ്പോൾ നമ്മൾ എന്തിങ്ങനെ, ഓ ഐ ആം സംതിങ് ഗ്രേറ്റ്, ഞാൻ എന്തോ ഒരു വലിയവനാണ്. 4 സ്റ്റേജ് കിട്ടിയാൽ നമ്മൾ വലിയവരാവോ? എന്റെ കർത്താവല്ലേ അതിനകത്ത് പ്രവർത്തിക്കേണ്ടവൻ. ഞാൻ എത്ര പേർക്ക് ആ ബോധ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവമാണ് അത് ചെയ്തത്. അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ വരേണ്ടത് ഒരു സേവന മനോഭാവത്തോടെ ആയിരിക്കണം. ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും ഞാൻ അതിനകത്ത് പറയുന്നില്ല. എങ്കിലും ശ്രദ്ധിച്ചോ, യേശു ക്രിസ്തു പറഞ്ഞൊരു പദം നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാൻ വന്നയാളല്ല. എൻ്റെ വാക്യത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു, മർക്കോസ് 10:45, ഞാൻ അങ്ങനെ സ്വീകരിക്കാൻ വന്ന ആളൊന്നുമല്ല. നമ്മൾക്ക് ചിലര് സ്വീകരിക്കണം, ചിലര് റവറന്റ് എന്ന് പറയണം, ചിലര് ഡോ എന്ന് പറയണം, ചിലര് നമ്മൾ പാസ്റ്റർ എന്ന് പറയണം, ചിലര് സീനിയർ പാസ്റ്റർ എന്ന് പറയണം. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ 2 അങ്ങോട്ട് പറയും.
പക്ഷെ നമ്മൾ ആരാ? ഇവിടെ ബൈജു പാസ് പറഞ്ഞല്ലേ, നമ്മളെ തിരഞ്ഞെടുത്തത് മാത്രമല്ലേ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ എത്തിയതിന്റെ കാരണം. അതില്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? അപ്പോൾ ഇവിടെ യേശു പറഞ്ഞ പദം ഞാൻ ശുശ്രൂഷ സ്വീകരിക്കാൻ വന്നതല്ല, അനേകരെ ശുശ്രൂഷിക്കാനും എൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും വന്നു. അതാണ് ദ മോസ്റ്റ് ഹംബിൾനെസ്. അതാണ് ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത്, ആ ഒരു താഴ്മയുടെ മൂർത്തിഭാവത്തെ ഞാൻ കണ്ടത് ആ വേദവാക്യത്തിലാണ്, വേറൊരിടത്തുമല്ല. നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. യേശു ക്രിസ്തു അങ്ങനെയല്ല പഠിപ്പിച്ചത്. നമ്മളിങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ആർക്കും പിടികൊടുക്കാതെ, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ആർക്കും ഗണ്യമാക്കാൻ പറ്റാത്ത ഒരാളായി ജീവിക്കണമെന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് നിങ്ങൾ ടു ബി ഹംബിൾ, നമ്മൾ താഴ്മയോടെ സേവിക്കണം ദൈവസഭയെ. താഴ്മയോടെ ദൈവസഭയെ സേവിച്ചാൽ അതിനകത്ത് ഒരു പ്രതികൂലവും വരത്തില്ല എന്ന് സമ്പൂർണ്ണമായി ഞാൻ പറയുന്നില്ല. വന്നാൽ ദൈവം നമ്മെ നിലനിർത്തിയിരിക്കും. എത്ര പേർക്ക് അബോധ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദൈവം നമ്മെ നിലനിർത്തും. യേശുവിന്റെ ചരിത്രം ഞാൻ അത് എല്ലാം കൂടെ പറയുന്നില്ല, എങ്കിലും ശ്രദ്ധിച്ചോ. യേശുവിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെയാ ഞാൻ മനസ്സിലാക്കിയത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യേശു ഒരു പ്രവൃത്തി അവിടെ ചെയ്യുന്നു. എന്താ? അരയിൽ ഒരു ചെറിയ തോർത്തെടുത്ത് കണ്ട്, എന്നിട്ട് ഒരു ബേസനൊക്കെ എടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ തുടങ്ങുന്നു. കണ്ടോ? സർവീസാ. ശ്രദ്ധിച്ചു കേൾക്കണ. യേശു സേവന മനോഭാവം കാണിച്ചത് നോട്ട് at the beginning of his ministry, rather at the end of his ministry. മനസ്സിലായ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. യേശു ആ ഒരു പ്രവൃത്തി ചെയ്തത് ശുശ്രൂഷയുടെ ആരംഭത്തിലല്ല യേശു ചെയ്തത്, ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ ചെയ്തു. ഞാൻ മരിക്കുമ്പോഴും ചിലർ എന്നെ കുറിച്ച് നല്ല വാക്ക് പറയും, അതെല്ലാം വെറുതെയാണ് എന്ന് എനിക്കറിയാം. പക്ഷേ നല്ല വാക്ക് പറയേണ്ടത് മരിക്കുന്നതിന്റെ തലേ ദിവസവും ഞാൻ എങ്ങനെ ജീവിച്ചു എന്നത് വളരെ പ്രധാനമല്ലേ? അത് നമ്മൾ മനസ്സിലാക്കാറില്ല. അപ്പോൾ യേശുവിന് അത് ചെയ്യണമായിരുന്നോ? പത്രോസിനോട് ഒരു ഓർഡർ ഇട്ടാ പോരെ, പത്രോസേ പെട്ടെന്ന് ഒരു ബേസിൽ വെള്ളമൊക്കെ എടുത്ത് എല്ലാവരും കാലൊന്ന് കഴിയാട്ടെ, തോമസേ ഒന്ന് കാല് കഴുക എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതൊന്നും അവർ ചെയ്തില്ല. യേശു തന്നെ ആ പ്രവൃത്തി ചെയ്തു. അത് ശുശ്രൂഷയുടെ ആരംഭത്തിലല്ല. യൗവനക്കാരായ ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. യൗവനക്കാരത്തികളായ ദൈവദാസിമാർ എന്റെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയട്ടെ, ശുശ്രൂഷയിൽ താഴ്മയോടെ നാം ശുശ്രൂഷ ചെയ്യണം. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ബൈബിൾ കോളേജിൽ പൊതുവിൽ 3 വർഷത്തെ പഠനമാണ്. നിങ്ങൾക്കറിയാം, ഡിപ്ലോമ ആണെങ്കിലും 3 വർഷം, BTH ആണെങ്കിലും 3 വർഷം, MD ആണെങ്കിലും 3 വർഷം. അതിനകത്ത് ഞാൻ പറയാറുണ്ട്, ഫസ്റ്റ് ഇയറിൽ they are zero എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരൊന്നുമല്ല, ഇങ്ങോട്ട് വാടേ എന്ന് പറഞ്ഞാൽ ഓടി വരും. BMW വരുന്നതിനേക്കാൾ സ്പീഡിലാണ് പുള്ളി വരുന്നത് ആദ്യം. ഇനി 2ാം വർഷം ആയിക്കോട്ടെ, അവ ഇച്ചിരി ഹീറോയാ. ആദ്യം 0, 2ാമത് ഹീറോ, 3ാമത്തെ വർഷമാകുമ്പോ അവൻ പിന്നെ നീറോയാ. അപ്പോൾ 10 വർഷം കഴിഞ്ഞവരെ കാര്യം ഞാൻ പറയണോ? നിങ്ങളെല്ലാം സൈലന്റ് ആയപ്പോ ഞാൻ വിചാരിച്ചു ശരി. അപ്പൊ നമ്മൾ അങ്ങനെയാ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നേ. ഞങ്ങൾക്ക് അങ്ങനത്തെ കാഴ്ചപ്പാടില്ല. ഞങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞത് ദൈവം വിളിച്ചതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വരാൻ ദൈവം ഒരു ഭാഗ്യമൊരുങ്ങി. ആ ബോധ്യമുള്ള എത്ര ദൈവദാസന്മാർ എന്റെ മുമ്പിലുണ്ട് എന്നെനിക്കറിയത്തില്ല. കർത്താവ് വിളിച്ചതുകൊണ്ട് ആ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം സിദ്ധിച്ചവരാണ്. 2 ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ശുശ്രൂഷ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ താതാത്മ്യപ്പെടാനുള്ളവരാണ്. എന്തോന്ന്? താതാത്മ്യപ്പെടാനുള്ളവരാ.
അത് ഇച്ചിരി വ്യാഖ്യാനിക്കണമെന്ന് ഓർത്തതാണ്, പക്ഷേ സമയത്തിന്റെ പരിമിതികളോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ല വാക്കിന്റെ അർത്ഥം കേട്ടോ. താതാത്മ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ഞാൻ ജീവിക്കാൻ പഠിക്കണം. ഇന്ന് ദൈവദാസന്മാർക്ക് ഇല്ലാതെ പോയി, എല്ലാവർക്കും അല്ലേ എങ്കിലും ദൈവദാസന്മാരായതുകൊണ്ട് എനിക്ക് ആ പദവിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പരിമിതിക്കകത്ത് ഇന്നെല്ലാവരും വേണം. അവർ വീടുണ്ടോ, കട്ടിലുണ്ടോ, മെത്തയുണ്ടോ, യൂറോപ്യനാണോ അതോ ഇന്ത്യനാണോ? ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ പുള്ളി വരത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ ശുശ്രൂഷയെ അങ്ങോട്ട് മാറ്റണം. അല്ല പൗലോസ് ഇവിടെ പറഞ്ഞ അതൊന്നും അല്ല ശുശ്രൂഷ. ഞാൻ പൗലോസിന്റെ വാക്യം പറയാം ഏറ്റവും അവസാനം ഓടിച്ചെങ്കിലും. അവൾ പൗലോസ് പറഞ്ഞ ആ പദങ്ങളൊന്നുമല്ല. നമുക്കിന്ന് എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിന് വിലയ്ക്ക് പോകും. അതിനുവേണ്ടി ചില പ്രസ്ബിറ്റേഴ്സ് കടന്ന് അവരുടെ ഊപ്പാട് വരുക. സ്പോൺസേഷനെ കണ്ടെത്തി. ഞാൻ സ്പോൺസർഷിപ്പ് ഒന്നും ഇതുവരെ സ്വീകരിച്ച ആളൊന്നുമല്ല. ശരി, ₹1 പോലും തന്നിട്ടില്ല. ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ. അത് പാശുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എനിക്ക് അതിനോട് താതാത്മ്യപ്പെടാൻ യേശുവിന്റെ ജഡാവതാരം തന്നെ എന്താ ഏറ്റവും വലിയ സപ്ലൈം എക്സാമ്പിളാ. ഐഡന്റിഫിക്കേഷൻ വിത്ത് ദി ഹ്യൂമൻ ബീയിങ്. മാനവരാശിയോട് ദൈവം താതാത്മ്യം പ്രാപിച്ചെങ്കിൽ സാധാരണ മനുഷ്യരായ ഞാനും നിങ്ങൾ എത്രയധികം താതാത്മ്യപ്പെടണം. ഒന്ന് ചിന്തിച്ച് അതൊന്ന് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അഡ്ജസ്റ്റ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ, വല്ല ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണ്ടെന്നല്ല, അല്ലെ കമ്മിറ്റിക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നതുമല്ല 2 വർഷം കൂടെ ഇരിക്കാൻ. അതല്ല, സത്യവചനത്തെ പൗലോസ്ലീഹ പറയുന്നത് പോലെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കാം. അവക്കെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോ ഇതൊരു ഐഡന്റിഫിക്കേഷൻ ആണ്, ഒരു താതാത്മ്യപ്പെടലാണ് ശുശ്രൂഷ. ശുശ്രൂഷ താതാത്മ്യപ്പെടലാകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവിടെയാണ് എൻ്റെ ജീവനെ ദൈവം ചോദിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഗോഡ്സ് പീപ്പിൾ ആർ നോട്ട് ഷെൽട്ടേർഡ് പീപ്പിൾ, rather they are scattered people. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന ദൈവദാസന്മാരെന്ന് പറയുന്നവർ അവരിങ്ങനെ സംരക്ഷിത ഗ്രൂപ്പല്ല, അവർ ചിതറിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. ഈ ആശയം പിടികിട്ടിയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ താതാത്മ്യപ്പെടാൻ ഞാനും നിങ്ങളും തയ്യാറാകട്ടെ ഇന്ന് പകൽക്കാലം. എന്നിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് വരാൻ ഞാൻ ശ്രമിക്കുകയാണ്. 3 അതുകൂടെ പറഞ്ഞ ഞാൻ ആ ഭാഗ്യത്തിലേക്ക് വരാം. അപ്പോൾ ശുശ്രൂഷയ്ക്ക് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്നത് ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് മിനിസ്ട്രി. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഇച്ചിരി തെറ്റിദ്ധാരണയോടെ വാക്കുന്നൊരു വാക്കാണ് ഇന്ത്യയിൽ ഇന്ന്. വലിയവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഐക്യതയോടെ ചെയ്യേണ്ടുന്ന ശുശ്രൂഷയാണ്. അത് പറഞ്ഞപ്പോൾ ആരും ഒരു സ്വത്രം പറഞ്ഞില്ലെന്നുള്ളതാണ്. ഐക്യതയോടെ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഡിവൈഡഡ്. ഈ കേരള കോൺഗ്രസ് എന്നെ പോലെയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ വിഘടിച്ചു നിന്നാൽ ഒന്നും നടക്കാറില്ല ശുശ്രൂഷയിൽ. അതാ നടക്കാത്ത. ഞാൻ ആ ഭാഗം 2ാമത് പറയുമ്പോൾ ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. അവൾ എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ ഐക്യതയിൽ നിന്ന് നാം പ്രവർത്തിക്കണം. ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു ഉദാഹരണമാണ് ഗദരദേശത്തിലെ ഭൂതത്തെ കുറിച്ച് പറയുന്നത്. അതിനകത്ത് 6000 ഭൂതം ഉണ്ടായിരുന്നെന്ന്. 6000 ഭൂതത്തിനും ഒരഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇടയിൽ 6 പേർക്ക് 60,000 അഭിപ്രായം. ആരും ഒന്നും മിണ്ടിയില്ല. 6000 ഭൂതത്തിന് ഇതിൽ ഏതെങ്കിലും 500 ഭൂതം തിരിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അത് പറ്റൂല. പന്നീരെടുത്ത് ഞങ്ങൾ പോകുന്ന പരിപാടിയിൽ ഞങ്ങൾ ആടിൻ്റെ അടുത്ത് മാത്രമേ പോകൂ. കാരണം എനിക്ക് ഇച്ചിരി മട്ടനാ ഇഷ്ടം. അതുകൊണ്ട് വേറെ ആളോട് എനിക്ക് മട്ടൻ ഇഷ്ടമല്ല, ചിക്കനാ, ഞങ്ങൾ കോഴിയിലേ പോകൂ എന്ന് പറഞ്ഞ് നമ്മൾ കുരുങ്ങുന്നതല്ലാതെ കർത്താവ് കുരുങ്ങിയാണ്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ഐക്യത്തിൽ നിന്നും നാം ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്.
പണ്ടൊക്കെ നമ്മൾ പാടി ഈ വർക്കേഴ്സ് മീറ്റിങ്ങിൽ ആരാധിക്കുന്ന പാട്ടുണ്ട്. ഇപ്പൊ പിന്നെ ആ പാട്ടൊന്നും പാടാറില്ല. പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടാം പേയിന്റെ കോട്ടകൾ. അതിന്റെ മറുവശം കൂടെ ഒന്ന് പാടി പറയേ. പേയിന്റെ കോട്ട ഇടിയാത്തതിന്റെ കാരണം നമ്മൾ പിരിഞ്ഞു പോയത് കൊണ്ടല്ലേ. ഐക്യതയിലേക്ക് വരാനാണ് കർത്താവ് ഇന്ന് പകല് ശുശ്രൂഷകന്മാരായ ശുശ്രൂഷക്കാരത്തികളായ നമ്മളോട് ഓരോരുത്തരോട് ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നത്. ഒരുമിച്ചു നിന്നെങ്കിൽ മാത്രമേ ഏത് ശുശ്രൂഷകളും വിജയിച്ചിട്ടുള്ളൂ. 2-3 കാര്യങ്ങൾ അത് ഞാൻ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ. എന്തുകൊണ്ടാണ് നമ്മളിൽ ഏൽപ്പിച്ച ഈ ഒരു ശുശ്രൂഷ മഹത്തരമെന്ന് നമ്മൾ കാണേണ്ടത്? എല്ലാവരും ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ട് ഇതൊരു മഹത്തരമായ ഒരു ശുശ്രൂഷ? എന്തുകൊണ്ട് ഇതൊരു മഹത്തരമായ ശുശ്രൂഷ? 2-3 കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഭാഗത്തൊന്ന് നൽകണേ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 2-3 കാര്യങ്ങൾ. വൈ ദ മിനിസ്ട്രി ഈസ് സോ ഗ്ലോറിയസ്. എന്തുകൊണ്ട് ആ ശുശ്രൂഷ വളരെ മാഹാത്മ്യമുള്ള ഒന്നായി മാറുന്നത്? മാഹാത്മ്യമില്ലാത്തതായി നമ്മൾ കാണരുത്. നമ്മൾ മറ്റുള്ളവരുടെ അത് പറയരുത്. അതൊക്കെ നമ്മുടെ ഇല്ലായ്മകളോ നമ്മുടെ ബുദ്ധിമുട്ടുകളോ നമ്മുടെ മറ്റ് അനുഭവിക്കുന്ന ചർച്ചിനകത്ത് അനുഭവിക്കുന്ന ക്ലേശങ്ങളോ ഇതൊന്നും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരാരുമല്ല അതിന് പ്രതിവിധി വരുത്തേണ്ടവരും അവരല്ല. ഇവിടെ പൗലോസ് പറയുന്ന 2-3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞു വിടാനുള്ള സമയം മാത്രം. ശുശ്രൂഷ എന്ന് പറയുന്നത്, അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ദൈവമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. The source and the strength of the New Testament ministry is God Himself. അവിടെയാണ് ആ വാക്ക് നിങ്ങൾ മനസ്സിലാക്കണ. വല്ലതും സങ്കൽപ്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല, ദൈവം നമ്മെ പ്രാപ്തരാക്കി തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചത് കൊണ്ട് പ്രാപ്തനായ ഒരുവനല്ല, അല്ലെങ്കിൽ ഇച്ചിരി മാറി പല സെമിനാരികളിൽ പഠിച്ചത് കൊണ്ട് പ്രാപ്തനായ ഒരാളല്ല. പ്രാപ്തി തരേണ്ടത് എൻ്റെ ദൈവം തരണം. പ്രാപ്തി അത് മനുഷ്യൻ തരുന്ന പ്രാപ്തിയല്ല. അല്ലെങ്കിൽ ശുശ്രൂഷയിൽ ഓരോരുത്തർക്ക് ഓരോ ശുശ്രൂഷയാണ് എന്ന ബോധ്യം എനിക്കുണ്ട്. പക്ഷേ പ്രാപ്തി തരേണ്ടത് എൻ്റെ ദൈവമാണ്. പ്രാപ്തി തരേണ്ടത് അത് ഓരോ സ്റ്റേജിൽ നിൽക്കുമ്പോഴോ, ഓരോ തലത്തിൽ നാം നിൽക്കുമ്പോഴോ, ഓരോ അധികാരത്തിൽ നാം വരുമ്പോഴോ പ്രാപ്തി തരുന്നത് എൻ്റെ ദൈവമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എത്ര പേർക്ക് ആ ബോധ്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രാപ്തി തരുന്നവൻ എൻ്റെ ദൈവമാണ്. അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇങ്ങനെയാണ്. അവൻ ദ ഓൾമൈറ്റി എന്ന ഇംഗ്ലീഷ് വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ദ ഓൾ സഫിഷ്യന്റ് ഗാഡ് എന്നർത്ഥമാണ് അതിനകത്ത് വരുന്നത്. എന്നെ നടത്താൻ മതിയായ ദൈവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ മതിയായ ദൈവമാത്തിലാണ് നമ്മൾ കുറച്ചുകൂടെ വിശ്വസിക്കേണ്ടത്. നമ്മൾ പൊതുവിൽ അങ്ങനെ വിശ്വസിക്കുന്നവരല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ചെറുതായിട്ടെങ്കിലും നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആ ഒരു ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. നമ്മൾ ചിലർ പ്രൊസ്പെക്റ്റേഷനിൽ വിശ്വസിക്കും, ചിലർ മേഖലാ ഡയറക്ടറിൽ വിശ്വസിക്കും, ചിലർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വിശ്വസിക്കും. ഇനി അതിൻ്റെ മുകളിൽ കമ്മിറ്റി ഉണ്ടെങ്കിൽ അതും അവർ വിശ്വസിക്കും. അതിന് അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ ദൈവം. ഇനി അതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ പ്രസംഗഭാഷ്യത്തിലൊന്നുകൂടെ പറയാം. പ്രാപ്തനാണോ നിങ്ങൾ ശുശ്രൂഷയിൽ, അവസരവും നിങ്ങളെ തേടി വരും. അതിനാരും സ്വത്രമൊന്നും പറഞ്ഞില്ല. അവൻ പ്രാപ്തനാകുക. ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. ഞാൻ പ്രാപ്തിയുള്ളവനല്ല. പഠിച്ചത് കൊണ്ട് 2 ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരിക്കുക. പക്ഷെ ശുശ്രൂഷയിൽ ഇംഗ്ലീഷ് അല്ല വലുത്. ശുശ്രൂഷ ദൈവം എന്നെ പ്രാപ്തരാക്കണം. വർഷങ്ങളെടുത്ത് നിങ്ങളുടെ 10 വർഷം, 20 വർഷം, 30, 40, 50 ഈ 5 പതിറ്റാണ്ടോളം എൻ്റെ ദൈവമല്ലേ നമുക്ക് പ്രാപ്തി തന്നത്. വേറെ ആരുമല്ലല്ലോ പ്രാപ്തി തന്നത്. സംഘടന അവസരം തന്നേക്കാം, ശുശ്രൂഷ തരേണ്ടത് എൻ്റെ ദൈവമാണ്. അത് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ. സംഘടന അവസരങ്ങൾ തരും, വേറെയൊന്നും സംഘടനയ്ക്ക് തരാൻ പറ്റില്ല. പക്ഷെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തരാക്കേണ്ടത് എൻ്റെ ദൈവമെന്ന ബോധ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ.
അവൾ പൗലോസ് അവിടെ പറയണ എന്റെ ശുശ്രൂഷയുടെ ആ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ കർത്താവ്, വേറെ ആരുമല്ല എൻ്റെ കർത്താവ്. നമ്മുടെ വില്യം കേറിയെ കുറിച്ച്, അദ്ദേഹം ഒരു വലിയ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഒരു മിഷണറിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് മുഴുവനും, നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആസാം, മിസോറാം, മണിപ്പൂർ, ആ സ്റ്റേറ്റുകൾ മുഴുവനും സുവിശേഷ വേല ചെയ്തവനാ. ഏകദേശം 40ഓളം ഭാഷകളിൽ ബൈബിൾ മുഴുവനായോ ഭാഗികമായോ ട്രാൻസ്ലേറ്റ് ചെയ്തതാ. അതെ, ഇവിടെ വന്ന് ഇന്ത്യൻ ഭാഷകൾ പഠിച്ച മനുഷ്യനാ. ആ മനുഷ്യൻ ഏറ്റവും അവസാനം മരണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞെങ്ങനെന്നറിയാമോ? ഞാനെന്ന എന്താ പറയാ, തകർക്കപ്പെട്ട ഒരു പുഴു അങ്ങയുടെ ശക്തിയേറിയ കരങ്ങളിലേക്ക് വീഴുന്നു എന്നാ പറഞ്ഞത്. നമ്മൾ കൊൽക്കത്തയിലേക്ക് നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, വില്യം കേറിയുടെ കല്ലറയുടെ ഏറ്റവും മുന്നിൽ ആ വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ദ ലാസ്റ്റ് വേർഡ് ഓഫ് വില്യം കേറി എന്ന് പറഞ്ഞാൽ നമ്മെ പ്രാപ്തനാക്കിയത്. ഞാൻ എത്ര പഠിച്ചാല്, ഞാൻ എത്ര ശുശ്രൂഷകൾ ചെയ്താല്, ഏതൊക്കെ വലിയ സഭകളിൽ ഇരുന്നാല്, ഏതൊക്കെ ചെറിയ സഭകളിൽ ഇരുന്നാല്, എന്നെ പ്രാപ്തനാക്കിയത് ലോകത്തിലെ ആരുമല്ല. എന്നെ പ്രാപ്തനാക്കിയത് എന്റെ വിദ്യാഭ്യാസമല്ല എന്നെ പ്രാപ്തനാക്കിയത്, ഞാൻ നേടിയ സമ്പത്തല്ല എന്നെ പ്രാപ്തനാക്കിയത്. എന്നെ പ്രാപ്തനാക്കിയത് ഒരേ ഒരാളാണ്, അതെന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം. ആ ബോധ്യത്തോടെയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ടത്. 2, പൗലോസ് പറയുന്നത് നോ ദ സ്ട്രെങ്ത് ഓഫ് ദ മിനിസ്ട്രി. ശുശ്രൂഷയുടെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 2-3 കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. എല്ലാം കൂടെ ഞാൻ പറയാൻ സമയം കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും 2-3 കാര്യങ്ങൾ ഞാൻ ഓടിച്ചൊന്ന് പറയാം. ശ്രദ്ധിച്ചോ? അവൻ ശുശ്രൂഷ ചെറുതല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ വിദ്യാർത്ഥികളോടും പറയുന്നൊരു കാര്യം നിങ്ങളോടും പറയാം. നിങ്ങൾ വിദ്യാർത്ഥിയല്ല എങ്കിൽ നമ്മളെപ്പോഴും ആദ്യമായിട്ടൊക്കെ പ്രസംഗിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ ഒത്തിരി പ്രിപ്പയർ ചെയ്യും. നമ്മൾ വായിക്കും, ടെസ്റ്റ് വായിക്കും, ബുക്ക് വായിക്കും, കമൻട്രി വായിക്കും. പക്ഷെ എല്ലായിടത്തും അങ്ങ് പ്രസംഗിച്ച് തെളിഞ്ഞു എന്നറിഞ്ഞാൽ പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറില്ല. നിങ്ങൾ എന്നെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറില്ല, പ്രിപ്പയർ ചെയ്യാറില്ല. ശരി, അതങ്ങനെ കേട്ടോ, അത് വേറൊരു വിഷയമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾ 2-3 പദങ്ങൾ പൗലോസ് ഉപയോഗിച്ചോണം കേട്ടോ. അവൻ ഞങ്ങളെ, 6ാമത്തെ വാക്യമാണ് ഞാൻ ഉത്തരി, 6 മുതൽ 8 വരെ 7 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഞങ്ങളെ എന്തിനാ, ഇത് പുതിയ ശുശ്രൂഷ, പുതുനിയമത്തിന്റെ ശുശ്രൂഷ എന്നൊരു വാക്ക് നിങ്ങൾ അവിടെ കാണാം. ഞാൻ അക്ഷരാർത്ഥത്തിൽ അതുപോലെ വ്യാഖ്യാനിക്കുന്നില്ല. എങ്കിൽ ശ്രദ്ധിച്ചോ, ന്യൂ ടെസ്റ്റ്മെന്റ് മിനിസ്ട്രി ഈസ് ന്യൂ ഇൻ നേച്ചർ. എല്ലാവരും ശ്രദ്ധിക്കണേ. പുതിയ നിയമത്തിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് പുതിയതാണ്, അത് പഴയതല്ല. ഞാൻ അതിനകത്തൊരു ഗ്രീക്ക് പറഞ്ഞ് നിങ്ങളുടെ ആശയം അതിനകത്ത് കൊണ്ടുവരാം. അത്ര ഇപ്പൊ പറ്റൂ എനിക്ക്. ശ്രദ്ധിച്ചോ, പുതിയ നിയമത്തിൽ 2 വാക്കുകളാണ് ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പുതിയത് എന്ന് സമർത്ഥിക്കാൻ ഒന്ന് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് നിയോസ് എന്നൊരു പദം, NIOS, നിയോസ് എന്നൊരു പദം ഉപയോഗിക്കാറുണ്ട്. നിയോസ്. 2ാമത്തെ പദം കൈനോസ് എന്ന പദം, കൈനോസ്, KAINOS. ഈ 2 പദങ്ങളാണ് പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസ് ഉപയോഗിക്കുന്ന പദം നിയോസ് അല്ല, മറിച്ച് കൈനോസ, കൈനെ ഡിയാത്തക്കെ, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ആ പദത്തിന് എന്താ അർത്ഥം? ഒറ്റ വാക്കിൽ പറഞ്ഞ ഞാൻ നിർത്താൻ ശ്രമിക്കാം. ഒന്ന് ശ്രദ്ധിച്ചോ. നിയോസ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, അതിന്റെ അർത്ഥം പുതിയതെന്നാണ്. പുതിയെന്ന് പറയുമ്പോൾ, ഞാനൊരു വാച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ട്. വാച്ച് വാങ്ങിയിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. അപ്പോൾ വാങ്ങിയപ്പോൾ അത് പുതിയതാ. ഇന്നത് പുതിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തല്ലും. പിന്നെ ഞാൻ സൂക്ഷിക്കാറുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും, അത് വേറെ. പക്ഷേ അത് പുതിയതല്ല. ഷർട്ട് ഇന്നലെ ചെന്നെടുത്തിട്ട് ഇന്നിടാൻ മേടിച്ച ഷർട്ടല്ല, എന്നാൽ അത് പുതിയതാ. അതുകൊണ്ട് നിയോസ് എന്ന പദം എന്ന് പറയുന്നത് താൽക്കാലികമായി കുറച്ച് സമയത്തേക്ക് പുതിയതും പിന്നെ പഴയതുമായ ഒരു പ്രവണതയ്ക്കാണ് നിയോസ്. പക്ഷെ കൈനോസ് എന്ന പദമാണ് ശുശ്രൂഷയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് പുതിയത് തന്നെയായിരിക്കണം.
ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ചില സഭയിലെങ്കിലും നമ്മൾ വിശ്വാസികൾ കുറ്റപ്പെടുത്തേണ്ട കാരണം എന്തുവാ? വചനമില്ലെന്ന് ചിലർ പറയും. ചിലർ പറയും പ്രസംഗിക്കാൻ അറിയത്തില്ല, ചിലർ പറയും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ചിലവർ അദ്ദേഹത്തിന് ഒന്നിനും കഴിവില്ല, മൊത്തം പോച്ചയാണ് എന്നൊക്കെ പറഞ്ഞത് കാരണം എന്നറിയാമോ? ഇറങ്ങിയപ്പോ സാധനം പുതിയതാണ്, പക്ഷെ ഇപ്പോ പുതിയതല്ല, അത് പഴയതായി. നമ്മളെ സെമിനാറിനൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, ദൈവമേ എൻ്റെ ശുശ്രൂഷയെ എങ്ങനെ ആ പുതുക്കത്തിൽ എനിക്ക് കൊണ്ട് നടക്കാം? അതിന് വെല്ലുവിളികളെ ഒത്തിരി ഉണ്ട്, അതൊക്കെ പറയണമെന്ന് ചിന്തിച്ചതാ, പക്ഷെ പറയുന്നില്ല, മറുഭാഗമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശുശ്രൂഷ നഷ്ടപ്പെടാൻ എളുപ്പമാണ്, ശുശ്രൂഷ ഇല്ലാതാകാൻ എളുപ്പമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുശ്രൂഷ എല്ലായ്പ്പോഴും പുതിയതായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗം താഴോട്ട് വരാം, സമയമില്ലെന്നറിയേണ്ട സമയം തീർന്നു. എങ്കിൽ നമ്മൾ 5 വർഷത്തിനു മുമ്പ് പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്താ രോഗികൾ സൗഖ്യമാകാത്ത? 5 വർഷത്തിനു മുമ്പ് 10 വർഷത്തിനു മുമ്പ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവം എന്തെങ്കിലും കേൾക്കും? ഇപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കുന്നില്ല. ദൈവം അവിടെ ഉണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ദൈവം അവിടെ തന്നെ ഉണ്ട്, അദ്ദേഹം ഒരിടത്തും പോയിട്ടില്ല. പക്ഷെ ശുശ്രൂഷയെ പുതിയതായി കൊണ്ട് നടക്കാ എനിക്കും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് തട്ടിക്കളയരുത്. അത് ഏതെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി അത് ഇല്ലായ്മ ചെയ്തു കളയരുത്. അത് പുതുക്കത്തിൽ തന്നെ കൊണ്ട് നടക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. അത് പുതുക്കമുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് എൻ്റെ കഴിവല്ല, ഞാൻ കീഴ്വഴക്കത്തിനനുസരിച്ച് ശുശ്രൂഷിക്കേണ്ട ആളല്ല, മറ്റു തലങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കേണ്ടുന്ന ആളല്ല. പക്ഷേ ദൈവശക്തിയോടുകൂടി ഞാനും നിങ്ങൾ ശുശ്രൂഷിച്ചാൽ ആ ശുശ്രൂഷയാണ് മഹത്തരമായ ശുശ്രൂഷയായി തീരുന്നത്. 2 പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട്, അക്ഷരം ആത്മാവ് എന്നൊരു ഡൈക്കോട്ടമി അദ്ദേഹം പറയുന്നുണ്ട്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? പുതിയ നിയമ ശുശ്രൂഷ ഏതെന്ന് ചോദിച്ചാൽ അത് ആത്മീക ശുശ്രൂഷയാണ്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ പലപ്പോഴും ചിലരെങ്കിലും ഇച്ചിരി പ്രശ്നമൊക്കെ അതിനകത്ത് വരാറുണ്ട്. അല്പം ആത്മീക ശുശ്രൂഷ നമ്മൾ ചെയ്യണം പള്ളിക്കകത്ത്. ഈ അടുത്ത സമയത്ത് അസംബ്ലി സെക്രട്ടറിയിൽ ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്കിപ്പോൾ നമ്മുടെ സഭയിൽ ആരെങ്കിലും സൗഖ്യമാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സാറേ എന്ന്. ഒരു വിശ്വാസി എന്നോട് പറഞ്ഞ വാക്കാ. മുമ്പൊക്കെ അത് നടന്നിട്ടുണ്ട്, വലിയ സഭയാണേ, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല, ലൈവ് ഉള്ളത് കൊണ്ട് ഞാൻ പലതും ഒഴിവാക്കിയതാ. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു വിശ്വാസിയുടെ റെസ്പോൺസാ. അവൾ ഏതു തരത്തില് ആത്മീക ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ഒരു ആത്മീക ശുശ്രൂഷ ഇളക്കപ്പെരുപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്, കയ്യടിയും അല്ലേലിയ പറച്ചിലും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ അതിനോട് ചേർന്ന് വരട്ടെ, എനിക്ക് വിരോധമില്ല. ആത്മീക ശുശ്രൂഷ വെളിപ്പെട്ടാൽ, ഞാൻ ഇന്നും വലിയ ഇറച്ചി ഞാൻ ഇരുന്നിട്ടില്ല എങ്കിൽ ഏത് കമ്മിറ്റിയെയും നമുക്ക് നമ്മുടെ പരിധിക്കകത്ത് കൊണ്ടുവരാം. ചിലരെന്നെ നോക്കി ചിരിച്ചത് നടക്കൂലെന്നു സാറേ എന്നാ പറഞ്ഞത്. ശരി, എങ്കിലും ഞാൻ പറയട്ടെ, ശുശ്രൂഷ സ്പിരിച്വൽ ആയിരിക്കണം. അതിനകത്തു നമ്മൾ വിളച്ചിലെടുക്കരുത്. അത്രയും പറഞ്ഞങ്ങ് നിർത്തണം, ഒറ്റ വാക്ക്. അതിനകത്ത് വിളച്ചിലെടുത്താൻ പറ്റത്തില്ല. ശുശ്രൂഷ ആത്മീക ശുശ്രൂഷയാണോ? മുൻകൂട്ടി കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള കൃപയുണ്ടോ? മുൻകൂട്ടി കാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്നുണ്ടോ? അതാണല്ലോ ശുശ്രൂഷ എന്ന് പറഞ്ഞത്. എലീശയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അവിടെയാ. സൈന്യത്തിന്റെ റൂട്ട് മാപ്പ് പോലും പ്രാർത്ഥനാ റൂമിനകത്തിരുന്ന എലീശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ ദൈവം അത്രയും പറഞ്ഞ വിടെയാണ്. ആ ദൈവം ഇന്ന് ശക്തനായ ദൈവമല്ലേ ആ ദൈവം. ആ ദൈവത്തിന് ഇന്ന് എനിക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റത്തില്ല, എന്നെ പറയാം. അപ്പൊ പിന്നെ പ്രശ്നം, എനിക്കെന്താ വെളിപ്പെടുത്തി തരാത്തത്? എന്നോട് എന്താ ദൈവം സംസാരിക്കാത്തത്? കാരണം നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിൽ നിന്നും മാറി വരണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്. 3 അവിടെ തന്നെ ഉപയോഗിച്ചിരിക്കണം. 3-ാമത്തെ വാക്കൂടെ പറഞ്ഞ ഞാൻ നിർത്താം. തേജസ് എന്നൊരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷയിൽ കബോദ് എന്നൊരു പദമാണ്. വളരെ സമ്പൂർണതയുള്ള തേജസ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്.
17 പ്രാവശ്യം 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും അതേ പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പൗലോസ്. പുതിയ നിയമ ശുശ്രൂഷ പഴയതിനേക്കാളും തേജസ്സുള്ളതല്ലയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണേ. മോശ ഇറങ്ങി വരുമ്പോൾ അവന്റെ ആ മുഖ തേജസ്സു നിമിത്തം ജനത്തിന് അവരെ നോക്കാൻ കഴിഞ്ഞില്ലെന്ന്. നമ്മൾ ഞായറാഴ്ച രാവിലെ പള്ളി വരുമ്പോൾ ചിലർ നമ്മളെ നോക്കാതെ പോകാറുണ്ട്. തേജസ്സിന് നിമിത്തമല്ല, വേറെ എന്തോ നിമിത്തമാണ്. ശരി, അപ്പൊ നമ്മള് തേജസ് നിമിത്തം എന്റെ മുഖത്ത് നോക്കാതിരിക്കട്ടെ ജനം. ആ തലത്തിലേക്കല്ലേ നമ്മൾ വളരേണ്ടത്. അതാണല്ലോ ശുശ്രൂഷ എന്ന് പറഞ്ഞ്, അല്ലാതെ മുഖം വെട്ടിക്കൊണ്ട് പോകുന്നതല്ലല്ലോ സുവിശേഷ വേല എന്ന് പറയുന്നത്. പൗലോസ് ഇവിടെ പറയാം, ഞങ്ങളുടെ സുവിശേഷ വേല എന്ന് പറയുന്നത് അത് തേജസ്സിനേക്കാൾ തേജസ്സുള്ളത്, അധികം തേജസ്സുള്ള ആ വാക്കാണ്. അതാണ് സർപാസിംഗ് ഗ്ലോറി ഓഫ് ദി മിനിസ്ട്രി. അതുകൊണ്ട് ഞാൻ ആ തലക്കെട്ട് തന്നെ കൊടുത്തത് അതിന്. ഏറ്റവും മഹത്തരമായ തേജസ്സുള്ള ശുശ്രൂഷ ദൈവം നമുക്ക് തന്നുവച്ചത് വെറുതെ നടക്കാനല്ല ദൈവം തന്നത്. അത് നമ്മളെ ആക്കപ്പെട്ട സ്ഥലത്ത് അത് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. ഒരു വാക്കൂടെ പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെല്ലാവരും മെജോറിറ്റി പേരും ചെയ്യുന്നത്, എല്ലാവരും കുറ്റപ്പെടുത്താനല്ല ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. നമ്മളിൽ മിക്ക പേരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ലിറ്റർജിക്കൽ ശുശ്രൂഷയാണ്. ലിറ്റർജി എന്ന വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്പിരിച്വൽ ശുശ്രൂഷ ചെയ്യണം. ലിറ്റർജി ചെയ്യണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് ലിറ്റർജി എന്ന വാക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ CSIയിലും അർത്ഥമായി ഇങ്ങനെ അനുഷ്ഠാനമായി ചെയ്ത് അവർ കണ്ടിട്ടുള്ള ശവടക്കുന്ന സമയത്ത് ഒരു ബുക്ക് തുറന്ന് വായിക്കും. അതാണ് ലിറ്റർജി അവർക്കുണ്ട്. ആരാധന ക്രമങ്ങൾ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ദൈവമക്കളായ പെന്തിക്കോസ്തിലെ ദൈവദാസന്മാരായ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താ? ഏറെക്കുറെ ലിറ്റർജി അല്ലേ. വെള്ളിയാഴ്ച ഒരു ലിറ്റർജി, ബുധനാഴ്ച വൈകിട്ട് ഒരു ലിറ്റർജി, ശനിയാഴ്ച വൈകിട്ട് ഒരു ലിറ്റർജി, ഞായറാഴ്ച വലിയ ലിറ്റർജി. ആ ലിറ്റർജി നടത്തുന്നതല്ലാതെ നമ്മുടെ സഭയ്ക്കകത്ത് ഒരാത്മീക ചലനമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവരവരാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അത് ആത്മീക ശുശ്രൂഷയാണ്, അത് മഹത്തരമായ ശുശ്രൂഷയാണ്, എല്ലാറ്റിനേക്കാൾ വലിയ ശുശ്രൂഷയ്ക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ആ വിളിക്കനുസരിച്ചു നടന്നാലേ ആ ദൈവകൃപയുടെ വ്യാപാരം നമ്മളിലേക്കും വന്നേക്കാം. പക്ഷെ ഒരു കാര്യം മറന്നു കളയരുത്, അതിനകത്ത് നമ്മൾ വിളച്ചിലെടുക്കരുത്. ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കുന്ന രീതികളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ല, ശുശ്രൂഷ ദൈവം തരുന്നതാണ് നിങ്ങൾക്കും എനിക്കും വേറൊരാൾക്ക്. അതുപോലെ തന്നെ നമ്മൾ കാണണം. അല്ലാതെ നമ്മൾ ചിലര് മനസ്സിലാക്കുന്ന വ്യത്യസ്തമായ രീതിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കിന് വിരാമം കുറിയ. മോശ 40 വർഷം ശുശ്രൂഷിച്ചു ദൈവദാസന്മാരെ. 40 വർഷത്തെ നീണ്ട ശുശ്രൂഷ. ഞാൻ അത്രയും ആയിട്ടില്ല, 10-20 വർഷം ആയിട്ടുള്ളൂ. 40 വർഷം മോശ ശുശ്രൂഷിക്കുമ്പോ അതിന്റെ ആദ്യത്തെ 10-നകത്താണ് അദ്ദേഹം പാറയെ അടിക്കുന്ന ഒരു സംഭവം വേദപുസ്തകത്തിലുണ്ട്. തൊടാൻ പറഞ്ഞപ്പോൾ പാറയെ അദ്ദേഹം അടിച്ചു. ഒറ്റ കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. അന്ന് തന്നെ ദൈവം വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിന് നൽകി, നീ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. അതിനുശേഷം 30-ലധികം വർഷം മോശ ശുശ്രൂഷ ചെയ്തു എങ്കിൽ അവൻ ചെയ്ത, എല്ലാവരും ശ്രദ്ധിക്കണേ, അവൻ ചെയ്ത, എൻ്റെ ഭാഷ്യം പറയാണ്, സ്റ്റേജ് പെർഫോമൻസിന്റെ വെളിച്ചത്തിലോ അവൻ ചെയ്ത മിറക്കിൾ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലോ ദൈവം പറഞ്ഞ വാക്ക് മാറ്റിയില്ല. 40 വർഷം എത്തിയപ്പോ അവനെ മുകളിലേക്ക് എടുക്കാൻ എൻ്റെ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാൻ പറഞ്ഞ ആഴമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്റ്റേജ് കിട്ടുന്നത് കൊണ്ട്, സ്ഥാനങ്ങൾ കിട്ടുന്നത് കൊണ്ട്, അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് ഞാൻ മുമ്പ് ചെയ്തത് കർത്താവ് മറന്നു എന്നൊരു ബോധ്യം വേണ്ട. നന്നു സാറ് മറന്നേക്കാം, പാസ്റ്റർ മറന്നേക്കാം, പ്രസ്ബിറ്റർ മറന്നേക്കാം, മേഖലാ ഡയറക്ടർ മറന്നേക്കാം. ദൈവം എഴുതിയത് തന്നെയാണ്.
അത് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അവനോട് അരുളപ്പാട് കൊടുക്കാൻ ആർക്കും പറ്റില്ല. അവന് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ ആർക്കും കഴിയത്തില്ലെന്നുള്ള ഒരു ഭയത്തോടുകൂടി ആയിരിക്കണം പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിപ്പാൻ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം ഒരുക്കിയ മേഖല ഡയറക്ടർക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.